ഓക്കോട്ടാ നമ്മളെവിടേക്ക് പോണ്? അങ്ങനെ ഞങ്ങൾ കോഫി കുടിക്കാൻ പോവാണ്. പോക്കോട്ടം പറഞ്ഞ പോലെ കാലത്ത് തന്നെ നല്ലൊരു ഫോഗാണ്, അതുകൊണ്ടൊന്നും കാണണ്ടായിരുന്നില്ല പ്രത്യേകിച്ച്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ കോഫി കുടിക്കാൻ എത്തിയ സ്ഥലമെത്തി. നമ്മൾ ബുർജ് ഖലീഫിലുള്ള അറ്റ്മോസ്ഫിയറിലാണ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പാർക്ക് ചെയ്ത് ഇറങ്ങിയില്ലേ. അങ്ങനെ ചെറുതായിട്ടൊന്ന് പണി പാളി. അവർ തന്ന ലൊക്കേഷനിൽ നിന്ന് നമ്മൾ 2-3 വട്ടം കിടന്ന് കറങ്ങി കളിച്ചു. പിന്നെ 7 മണിക്കാണ് നമ്മൾ ബുക്ക് ചെയ്ത ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഒന്നും നോക്കിയില്ല. ദുബായ് മാളിൻ്റെ ഫാഷൻ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് ടാക്സി വിളിച്ചു. കാരണം നമ്മൾ അറിയാത്ത ഏരിയയാണ് ദുബായ് മാളിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ. ഒരു എക്സിറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് തിരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ടാക്സി വിളിച്ച് ടാക്സി ലൈവ് അങ്ങനെ ടാക്സിക്കാരനും ഡൗട്ട് തന്നെ. പിന്നെ നമ്മളവിടെ കയറി. പിന്നെ നമ്മുടെ റിസർവേഷൻ നമ്പർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി പിന്നെ ഗേറ്റ് ഓപ്പൺ ചെയ്തു. നമ്മൾ നേരെ പിന്നെ ഉള്ളിൽ കയറി. നമ്മൾ ഈ സ്ഥലത്തേക്ക് തന്നെയാണ് 2 വട്ടം വന്നത്. പിന്നെ ഈ ബാരിക്കേഡ് കാര്യങ്ങൾ കണ്ടപ്പോൾ നമുക്ക് ഡൗട്ടായിട്ട് പിന്നെ അവിടെ കയറാണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം അത് ഫുള്ള് VIP ഏരിയകളാണ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സിറ്റ് ഇല്ല, അങ്ങനെ കുറച്ച് ബോർഡുകൾ കണ്ടു. നമ്മൾ കറക്റ്റ് 7 മണിക്ക് തന്നെ അവിടെ എത്തി. അങ്ങനെ നമ്മൾ നേരെ മേലേക്ക് കയറി. അപ്പോൾ തന്നെ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അവരെ. പിന്നെ നമ്മൾ നേരെ ലിഫ്റ്റിലേക്കാണ് പോയത്. നമുക്ക് 123 ആണ് നമ്മുടെ ഫ്ലോർ നമ്പർ പറഞ്ഞത്, നമ്മുടെ അറ്റ്മോസ്ഫിയർ ഹോട്ടൽ വരുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡിലും ഓരോ ഫ്ലോർ വെച്ചിട്ടാണ് കയറി പോകുന്നത്. മിന്നിച്ചായിരുന്ന ലിഫ്റ്റ് പോയിരുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ ചെവിയൊക്കെ ഒന്ന് ചെറുതായിട്ട് നടഞ്ഞു, നമ്മുടെ ഫ്ലൈറ്റിലുള്ള ഒരു അവസ്ഥ തന്നെ. അതിൻ്റെ ഇടയിൽ പോക്കോട്ടിനാച്ചാൽ ഉണർന്നിരിക്കുകയായിരുന്നു. സാധാരണ ഉറങ്ങാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അവനും കാണിച്ചിരുന്നു. അവൻ കൈയൊക്കെ തട്ടി മാറ്റി അവൻ്റെ ചെവി പിടിക്കാൻ നോക്കിയപ്പോൾ. നമ്മളീ പോണ റെസ്റ്റോറൻ്റാണ് വേൾഡിലെ ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഒരു വേൾഡ് റെക്കോർഡൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഒരു എക്സ്പീരിയൻസ് ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ബുക്ക് ചെയ്തതാണ്. ഫോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ നോക്കാം, ഇനി പുറത്തേക്കുള്ള വ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു. പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ചെറിയൊരു ക്രൂ പോലെ ഉണ്ടായിരുന്നു, കുറച്ച് ടീം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു 10-12 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ലിഫ്റ്റിൽ. അങ്ങനെ നമ്മൾ അവിടെ കയറി. ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ് ആയി പോയി. പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ ടൈം ആയതുകൊണ്ട് അതിൻ്റേതായ കുറേ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ക്രിസ്മസ് തീമായിരുന്നു. പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അത് നോക്കി നമ്മൾ നിന്ന് പോക്കോട്ടിനഞ്ച്. പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ അവന് ഇഷ്ടമായി തുടങ്ങി. ലൈറ്റ് എന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ നമ്മൾ നൈസായിട്ട് താഴത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ താഴത്താണെന്ന് പറഞ്ഞത്. നമ്മൾ നേരെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 123 ഫ്ലോറിൽ നിൽക്കണത് ലിഫ്റ്റ്. വേറെ എവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഹോട്ടലിലേക്കുള്ള ഡയറക്റ്റ് ലിഫ്റ്റാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഫോഗ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഫോഗിൻ്റേതായിട്ടുള്ള ചെറിയ കച്ചറയുണ്ട്. ഗ്ലാസ് കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ഉണ്ടായിരുന്നില്ല. സംഭവം ഫോഗ് വരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്ലാസ് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നിന്ന്. പിന്നെ നമ്മളോട് ബുക്കിംഗ് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് നമ്മൾ ക്യൂ നിന്നു. നമുക്ക് സീറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവർ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ടേണായി. നമ്മുടെ ഉള്ളിൽ കയറി. അതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ ഒരു ചെറിയ ഷോക്കേസിൽ ഓരോ ഉണ്ടായിരുന്നു. അപ്പോൾ പോക്കോട്ടിനാ വെച്ചാൽ അതൊക്കെ നോക്കണം. അവൻ കയറ്റം നോക്കിയാൽ പറഞ്ഞു പറഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഉള്ളിൽ കയറി. അതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ ഒരു ഫുള്ള് ഗോൾഡ് പ്ലേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറേ കുപ്പികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ ചൂസ് ചെയ്തത് കോഫി ടൈം അങ്ങനെ എന്തോ ആയിരുന്നു. കാരണം അത് കഴിഞ്ഞ അവിടെ 8:30 തൊട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആവാത്തതുകൊണ്ട് പിന്നെ നമ്മളിത് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ടേബിൾ ഇതാണ്. കറക്റ്റ് നമുക്ക് സൈഡ് തന്നെ കിട്ടി, വിൻഡോ സൈഡ്. അങ്ങനെ നമ്മൾ 2 പേരായതുകൊണ്ട് നൈസായിട്ട് അവിടെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ലഞ്ച് പോക്കോട്ടിനെ ചോരന്നൊക്കെ കാണുന്നുണ്ട്. പോക്കോട്ടിനവിടെ ഫോർക്കും നൈഫും കണ്ടപ്പോൾ പിന്നെ അവൻ്റെയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു ക്ലിയർ ഇല്ല, ചെറിയ ഫോഗ് ഉണ്ടെന്നായിരുന്നു പറയാം. പിന്നെ പോക്കോട്ടിനൊക്കെ ഒന്ന് ലെവലാക്കി ഇരുത്തി. അതിൻ്റെ ഇടയിൽ വെച്ചാൽ അവന് ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഊരിട്ടു. പിന്നെ കയറി കഴിഞ്ഞാകുമ്പോൾ പറഞ്ഞു അവന് ചൂടെടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ കോട്ട് കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റണം. പിന്നെ വെച്ചാൽ ഇത് ഇടാൻ താല്പര്യമില്ലാത്ത ആളാണ്. അവൻ്റെ ഫുൾ ടൈം വാങ്ങിച്ചാൽ അവന് ബോഡി ഹീറ്റാണ്. അവൻ അതൊക്കെ അഴിച്ചു മാറ്റി. പിന്നെ നമ്മുടെ ഓർഡർ കാര്യങ്ങളൊക്കെ വന്ന് എടുത്തു. നമ്മൾ ഗോൾഡ് കോഫിയും പിന്നെ ക്രോസൻറ്റ് അങ്ങനത്തതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലൊരു മാംഗോ ജ്യൂസും ക്രോസൻറ്റ് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ പോക്കോട്ടിനാച്ച് പുറത്തിറങ്ങി. അവൻ്റെ കയ്യിൽ അവൻ ട്രക്ക് എടുത്തിട്ടുണ്ടായിരുന്നു റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ.
പിന്നെ അതെടുത്ത് അവിടെ ഓടിച്ച് കളിക്കണം അവൻ. അതിൻ്റെ ഇടയിൽ വെച്ചാൽ അവിടെ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ഐറ്റംസാണ്, നമ്മളിവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ പോകേണ്ട ഒപ്പം തന്നെ നടന്നു. എന്ന് വെച്ചാൽ ഫുള്ള് ടേബിളുമൊക്കെ കയറി ഇരുന്നിട്ട് വണ്ടി ഓടിച്ച് നോക്കാം. പിന്നെ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഐറ്റമായ ഗോൾഡ് കോഫി വന്നു. ഇത് 24 ക്യാരറ്റാന്ന് പറഞ്ഞാൽ നമ്മളോട് അവർ കേൾപ്പിക്കും. കുടിക്കാറായത് കെട്ടിക്കുന്ന കേട്ടാ. അതെന്നാ ചോക്ലേറ്റ് ഉണ്ട്, ഉണ്ടോ? ചോക്ലേറ്റ് ഉണ്ടോ? ഷുഗർ ആണെങ്കിൽ കുറവായിരുന്നു. അപ്പം നമ്മൾ രണ്ടാമത് ഇട്ടൊന്ന് ലെവലാക്കി. അതിൻ്റെ ഇടയിൽ നമ്മുടെ അടുത്ത ഐറ്റം വരുന്നുണ്ടായിരുന്നു. കേക്ക് കോഴിക്കോട്ടെ 129 ഫ്ലോറിൽ വന്നിട്ട് ട്രക്ക് ഓടിക്കണം. ഇപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അഞ്ച് ഫുള്ള് സൺലൈറ്റ് കൊണ്ട് നല്ലൊരു വ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷേ ഫോണിൽ നമ്മൾ നോക്കുമ്പോൾ അത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടുന്നുണ്ടായിരുന്നു. കുറച്ച് അതൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ ഒന്ന് പുറത്തേക്കൊന്ന് നമ്മൾ നൈസായി നോക്കിയപ്പോഴാണ് ഷേഖ് സാദർ കൊണ്ടൊന്ന് കണ്ടത്. അപ്പോൾ ഒന്ന് സൂം ചെയ്ത് നോക്കി. ട്രാഫിക് കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് വാഷ് റൂമിൻ്റെ അവസ്ഥ എന്നൊന്നും അറിയണ്ട. അങ്ങനെ കണ്ടു. ഭയങ്കര ലക്ഷറി ഫീലിംഗ് തന്നെയായിരുന്നു. ഇവിടെ നിന്ന് വ്യൂ ആയാലും പുറത്തേക്ക് തന്നെയാണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫുൾ ഗ്ലാസ് ആണല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ അങ്ങനെ നമ്മൾ ബില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബില്ലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ പീക്കോക്കിൻ്റെ സ്കെൽട്ടൺ ഉണ്ടായിരുന്നു. അത് പിന്നെ പോക്കോട്ട് നോക്കായിരുന്നു. അത് കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറി വഴിക്ക് പോക്കൊണ്ട് പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു. അവനെ കൊണ്ട് പ്രസ് ചെയ്യിച്ചു. നമ്മൾ നേരെ വന്ന സ്ഥലത്തേക്ക് എനിക്ക് ഇറങ്ങി 123 നേരെ സി എന്നാണ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നൈസായിട്ട് പോകുമ്പോൾ വീണ്ടും ചെവിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ പോക്കൊണ്ട് നമ്മൾ വീണ്ടും ചെവി പൊത്തി പിടിക്കാൻ നോക്കി, സമ്മതിച്ചില്ല. പിന്നെ നമ്മൾ സീന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ലെവലിൽ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടായിരുന്നു. വേറെ ലിഫ്റ്റിൽ കയറി നമ്മൾ പുറത്തേക്ക് എത്തി ബുർജ് ഖലീഫ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഒന്ന് വെറുതെ നോക്കിയതാണ് അവിടെ എന്താ ഉള്ളതെന്ന്. അപ്പോൾ നോക്കുമ്പോഴായിരുന്നത് ബുർജ് ഖലീഫയുടെ ഫ്രണ്ട് സൈഡായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മെയിൻ്റെനൻസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാലത്തായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ ഏത് ബിൽഡിങ്ങാണെന്ന് മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ അഞ്ച് നല്ലൊരു ഇത് കിട്ടിയപ്പോൾ കുറച്ച് നേരം നിന്നു. കുറച്ച് 2-3 കറക്കൊക്കെ ഇറങ്ങി ബുർജ് ഖലീഫനെ പെടുത്താനായിട്ട്. അല്ലാണ്ട് ഇത് പെടുന്നു തോന്നണില്ല. അവിടെ നമ്മൾ വൈഡ് ആംഗിളിലൊക്കെ ഇട്ട് നോക്കി ലെൻസ്, പക്ഷെ നടക്കണില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കാറുള്ളത് ഫാഷൻ അവന്യൂവിലാണ്. അപ്പോൾ പിന്നെ അവിടേക്ക് നടക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ബുർജ് ഖലീഫയോട് ഒരു ബായ് പറഞ്ഞ് നമ്മൾ നടന്നു. അതിൻ്റെ ഇടയിൽ വെച്ചാൽ അവിടെ വീണ്ടും വെള്ളം കണ്ടപ്പോൾ പിന്നെ പോക്കോട്ടിന് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു.
പിന്നെ പൂക്കോട്ടിന് വെച്ചാൽ വെള്ളം വെച്ചാൽ ഭയങ്കര വീക്ക്നെസ് ഉള്ള ആളാണ്. പിന്നെ അവിടുത്തെ ഒരു ചെറിയ ഫൗണ്ടൈൻ കണ്ടു. അപ്പോൾ പിന്നെ അവിടെയും കുറച്ച് നേരം പോയി നിന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഫാഷൻ അവന്യൂവിൻ്റെ ഒരു മാളിൻ്റെ എൻട്രൻസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി. നമ്മുടെ വണ്ടി കിടക്കുന്ന വെച്ചാൽ P5-ലാണ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. അപ്പോൾ പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.